ഞാൻ എൻ്റെ ആദ്യത്തെ ക്യാമറമാൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവൻ ഡൽഹിയിൽ നിന്നൊക്കെ വന്നു. അപ്പോൾ അവനെ കണ്ടിട്ട് പോകാന്ന് വെച്ച് ദേ വരുന്നു വലമാല. അവൻ്റെ അമ്മയൊക്കെ എന്നെ മുടി കണ്ടിട്ട് പോലും ഇല്ല. മകൻ പുറത്തായിരുന്നു. ഞാനിങ്ങനെ ദീർഘയാത്ര. എന്നാ മുടിയെ കളർ അടിച്ചാ നീ? ആ ബർഗണ്ടി അടിച്ച് ബ്രൗണായ. അവൻ കളർ മനസ്സിലാക്കിയണ്ട? ഏയ് ഒന്നുമില്ല, ഇത് ഞാൻ വെറുതെ ചാണാൻ പൂശിയതാ. ഒന്ന് പോടെ, കാണാൻ വേണ്ടി കളറിന്റെ. ഇത് കാണുന്നില്ലേ? എന്റെ കളർ കാണുന്നുണ്ടല്ലേ? ഞാൻ മറ്റേ 30 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചടിച്ചത്. കളർ കാണിക്കട്ടെ. ഇപ്പഴും കാണുന്നില്ലേ? പിന്നെ കണ്ണിന് സൂക്കേടുണ്ടെന്ന് തോന്നുന്നു. ബർഗണ്ടിയാ? ബർഗണ്ടി ഒന്നും അല്ല, റെഡ് ആൻഡ് വയലറ്റ്. റെഡ് വയലറ്റ്. എത്ര കളർ പോയാടാ എന്റെ തലക്കകത്തുനിന്ന്. ബലൂൺ പൊട്ടുന്ന കണ്ടാ പോയിസ് ബലൂൺ. എന്റെ പുതിയ വീഡിയോ ഇറങ്ങിയിരിക്കുകയാണ്. വലിയ ടിവിക്കകത്ത് നിന്ന് കാണുക. എനിക്ക് വയ്യ, കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുക വീഡിയോ. കാണാ നീ? 1600 കമന്റ് എങ്ങാണ്ട് ആയിട്ടുണ്ട്. ഇതിപ്പോ 2 ലക്ഷം ആകാൻ പോകുന്നു വ്യൂസ്. ഒരു 10 ലക്ഷമൊക്കെ പ്രതീക്ഷിക്കും ഞാൻ. പയ്യന്മാരൊക്കെ തകർത്ത്. കമന്റ് സെക്ഷൻ ഞാൻ പോകുന്ന പോലും ഇല്ല. എന്റെ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നിങ്ങൾ പോകരുത്, പെറ്റ തള സഹിക്കില്ല. അത്രക്കുള്ള കമന്റ് സെക്ഷനാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല, മനസ്സാ വാച ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ വീഡിയോ എടുത്തു, കട്ട് ചെയ്തു, ഇട്ടു. ബാക്കി നിങ്ങളായി നിങ്ങളുടെ പാടായി. ബാക്കി വന്നവരായി പാടായി. ഈ മാച്ച് ആയ ആൾക്കാർ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഈ മാച്ച് ആയ രണ്ടുപേര് കല്യാണം കഴിക്കാൻ ഞാൻ ഒരാളുടെ പ്രൈവസിയിലോട്ട് ഒളിഞ്ഞു നോക്കാറില്ല. അവരെ യോജിപ്പിച്ച് ഞാൻ വിട്ടേച്ച്. കല്യാണം കഴിച്ചില്ല. അത് ചിലപ്പോ കല്യാണമൊക്കെ കൊച്ചൊക്കെ അയക്കാൻ അറിയില്ല എനിക്ക്. ആ കൊച്ചായി 2 ദിവസത്തില്. അത് പെട്ടല്ല, ഇപ്പൊ ഡെലിവറി ഒക്കെ പെട്ടല്ലോ, നാച്ചുറൽ അല്ലേ. ഇതിനു മുമ്പേ ഞാൻ പെൺവേഷം കെട്ടി ഇറക്കിയതാണ്. നീ അടുത്ത പ്രാവശ്യം ഞാനും കൂടി അവിടെ നിന്നിരുന്നൊക്കെ തീരുമാനം. ചെറുക്കനായിട്ട് നിങ്ങൾ പെണ്ണായിട്ട് നിങ്ങൾ ഇവിടെ എന്താണ് പരിപാടി? നീ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്കിംഗ് സ്പേസ് പോലും ഇല്ല എനിക്ക്. ഞാനാ പാർക്ക് ചെയ്തതേ. പിന്നെ നിൽക്കുന്ന പ്രോട്ടീനാ? പ്രോട്ടീൻ ബാർ. ഇത് പൊക്കത്ത് പോകത്തില്ലേ? ഇത് പ്രോട്ടീൻ കടയില്ലേ? പ്രോട്ടീൻ ബാർ കിട്ടത്തില്ല ഇവിടെ. ഇവിടെ എങ്ങനെ പ്രോട്ടീൻ ബാർ കിട്ടാനാ? പൊടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഫ്രീസറിൽ വെച്ചാൽ മിക്സ് ചെയ്ത് ഫ്രീസർ ഇത് പറ്റത്തില്ലേ? 15 ഗ്രാം ഇല്ല, അത് കുറവാ. അന്നേരം നല്ല പ്രോട്ടീൻ പൗഡർ എടുത്ത് കഴിക്കുന്നതല്ലോ. ഇല്ല, 30 ഗ്രാമിന് പ്രോട്ടീൻ വേണം. 30 അങ്ങനെ കിട്ടുക? 20 ഉള്ളു മാക്സ്, 15 ഉള്ളു. നിനക്ക് എന്താ പ്രോട്ടീൻ ബാർ? 6 പാക്ക് ഉണ്ടാക്കാൻ. 6 പാക്കാ? എവിടെ? അങ്ങനെ 6 പാക്ക് 1 മാസം മുമ്പ് ഉണ്ടായിരുന്നു. ആണോ? ഇപ്പൊ പെട്ടെന്ന് പോയതാ. ഞാനാ? എനിക്കത്ര ധൈര്യമില്ല. നിങ്ങളല്ലേ മെയിൻ. അർജുൻ എംപിയുടെ പുതിയ വീഡിയോ. ഞാൻ പടക്കം ഇവൻ താഴത്ത് വീഴുന്ന കാണാൻ പറ്റും. എനിക്ക് കുറച്ച് സമയം എടുക്കണം താഴെ എത്താൻ. ഇവൻ താഴത്ത് പോകുന്നുണ്ടല്ലേ. ഇവൻ എന്നെ കൊണ്ട് ഇവിടുന്ന് ഇറക്കി വിടും. നമ്മൾ ഈ നാട്ടുകാരല്ല ആർക്ക്. ആ വരയില്ലേ, ആ വര കണ്ടിട്ട് ഇങ്ങനെ ഒന്നും കാണുന്നത് ഒരു കിട്ടിയും കാണുന്നില്ല. വര കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് ഏത് ജില്ല? നീ ബാംഗ്ലൂർ കുറച്ച് കളി കഴിഞ്ഞിട്ട് ഡൽഹി കളി കഴിഞ്ഞ് ഇപ്പം ഇവിടെ വെക്കേഷൻ കളിക്ക് വന്നാണെന്ന് കേട്ടു. കളിയാ? എന്ത് കളി? എന്ത് കളിയാ? എന്ത് കളിയാണ് നിനക്കറിയാവുന്ന കളി? അത് മറ്റേ മോഹൻലാലൊക്കെ പറയുന്നത് കളി. ഇനി കളികൾ കേരളത്തിൽ. ആ കളിയായിരുന്നു. പിള്ളേരുടെ ഡെഡ് ലിഫ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഉറക്കം വരുന്നു. ക്യാമറമാൻ ജിമ്മി വന്നു. ക്യാമറമാന്റെ പേര് ഋഷി. ഫുൾ കോമ്പറ്റീഷൻ. വാ കോമ്പറ്റീഷനാ? എത്ര എണ്ണം പോവും? 10 പോരാ. 10 ജയിക്കുന്നൊന്നുമില്ല. 15 പോരാ. 20 ഒക്കെയാണ് ചിലപ്പോ ജയിക്കുമായിരിക്കും. നോക്കാം. 1 2 3 കഴിഞ്ഞില്ലേ നിങ്ങൾക്ക്? എത്ര നിങ്ങൾ എത്ര? അറിയില്ല. നിർത്തിയാ? നിർത്താൻ जीत गया शायद.
या फिर एक से जीत गया फिर ഒന്നാ രണ്ടെണ്ണത്തിൽ ചിലപ്പം ഞാൻ ജയിച്ചു കാണാം. ഇല്ലില്ല ഞാൻ ജയിച്ചേ. എങ്ങനെ? നിങ്ങളുടെ അടുത്തേക്ക് രണ്ടെണ്ണം കൂടെ എടുത്തു. ഞാൻ നിലയുടെ കൂടുതൽ എടുത്തതിനോട് വഴി വെച്ച്. ഇല്ല അവിടെ ഞാൻ തൂക്കിടന്ന് ലാസ്റ്റ് എടുത്ത്. ഞാൻ എടുത്തേ. ധാർമ്മികദ്യം കളിച്ച് കളിച്ച് സ്റ്റാമിന കൂട്ടി. ആ കളിയല്ല, പുള്ളി വേറെ കളിയൊക്കെ ഉദ്ദേശിക്കും. ആ കളിയല്ല. ഏത് കളി? എനിക്കൊരു കളി അറിയത്തുള്ളൂ. ഏത് കളി? നീ ഏത് കളി ഉദ്ദേശിക്കുന്നു? നിങ്ങൾ ഏത് കളി ഉദ്ദേശിച്ചേ? ഞാൻ പുള്ളപ്പിന്റെ കളി. അതെന്ത് കളി? പുള്ളപ്പിന്റെ കളി. ഏത് കളി? അങ്ങനത്തെ കളി. അയ്യോ അത് എനിക്കറിയില്ല. പിന്നെ നിനക്ക് എത്ര കളി അറിയാം? എനിക്ക് ഇങ്ങനെ ഓടിപ്പെടുത്തോ അങ്ങനത്തെ കളിയൊക്കെ അറിയാം. എന്തെങ്ങനെയാണെന്ന് കഴിക്കുക? അത് മാന്തിന് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ 7 എണ്ണം. രണ്ട് പരിപാടിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഇനി ഈ പരിപാടിക്ക് വരാതിരിക്കുന്നതായിരിക്കും എനിക്ക് സേഫ്. എടാ ബാൻഡ് വിട്ടുക മുട്ട പൊട്ടും കേട്ടോ. ഇത് പൊങ്ങുന്നില്ല. 3 മുട്ട. നിങ്ങൾക്ക് ഇവിടുന്ന് 3 മുട്ട. കോർസെന്തോട് അങ്ങോട്ടൊന്നും കോറില്ലടേ. എങ്ങോട്ട് കോറില്ലെന്ന്? ഇനി ഇവിടുന്ന് കറങ്ങും. അങ്ങോട്ട് കറങ്ങി രാജകിരീട മീനൊടക്കും കേട്ടാ. അടുത്തതിന്റെ ഫേവറേറ്റ് എക്സസൈസ് ചെയ്യല്ലേ? ചെയ്യാം. പക്ഷെ ആദ്യം ഏതാന്ന് പറ. വാ നീ കേട്ടോ ഇങ്ങോട്ട് ഇവിടെ. നിനക്ക് അറിയില്ല? കൊച്ചു കള്ളൻ. ഇതെങ്ങനെ ചെയ്യുന്നു കാണിച്ചു തരും. നീ കേടാ കിടക്കാനാ? മോൻ ചെയ്യട്ടെ പോരട്ടെ. സൗണ്ട് എഫക്ട്സ് വേണോ? വെയിറ്റ് കൂട്ടി ഒരു 70 കിലോ ആക്കി തരാൻ. എക്സ്പ്രഷൻ കണ്ടോ? ഫീൽ ചെയ്ത് ചെയ്യുന്നത് കണ്ടോ? എനിക്ക് എന്റെ വർക്കും ചെയ്യണ ഇടക്കിടക്ക്. ഓ മൾട്ടി ടാസ്കിങ്. എന്താ ഇത് കണ്ടിട്ട് വേറെന്തോ പോലുണ്ട്. ഫോണ് പിടിച്ചു. कैमरामैन का ट्रेंड देखते हैं आज. ഞാൻ ഏകദേശം 50% കൊടുക്കുന്നുണ്ട്. അവൻ പൊക്കാൻ നോക്കുമ്പോൾ 60 ഒക്കെ പോകുന്നു. ഞാൻ കുറച്ചുകൂടി ഏറെ സ്ട്രെങ്ത് കൊടുക്കുന്നു. എന്റെ മോനെ കൈ കറക്റ്റാണ് ഇരിക്കും. ലെഫ്റ്റ് പോയി കിടക്കുന്നുണ്ട്. അപ്പൊ ഇടത്തെ തന്നെ എനിക്കറിയാം എന്റെ കൈ പിടിക്കാൻ ഇല്ലില്ല.